ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. നിന്റെ പ്രതിസന്ധിയിലും നിന്റെ സങ്കടത്തിലും നിന്റെ തകർച്ചയിലോ നീ ദൈവത്തെ തേടുക. ഞാൻ ഓർക്കുക, ഒരമ്മയും മകനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്, എന്നെ വല്ലാതെ വിഷമിപ്പിച്ച സങ്കടപ്പെടുത്തിയ എന്നെ വല്ലാതെ ചോദ്യം ചെയ്തൊരമ്മ. മകൻ വല്ലാത്ത പ്രതിസന്ധി കൂടെ പോവുക. ഞാൻ 10,000 പരിഹാരം പറഞ്ഞു കൊടുക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ അമ്മ പറയാ, അച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഒരു പുരോഹിതനായ ഞാൻ, ആത്മീയ ഉപദേശം കൊടുക്കേണ്ട ഞാൻ ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നപ്പോ ഈ അമ്മ പറയാ, അച്ഛാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി. ഇതിലും വലിയ പ്രശ്നം ഇവന്റെ ജീവിതത്തിൽ വന്നപ്പോ ഞാൻ പ്രാർത്ഥിക്കുകയാണ് അച്ഛാ ചെയ്തത്. പാതിരാവിലോ വെളുപ്പിനും എഴുന്നേറ്റ ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇവന്റെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. കയ്യിൽ നിന്ന് ജപമാല എടുത്ത് കാണിച്ച അമ്മ, മക്കളെ വെറുതെ ജപമാല കഴുത്തലിട്ടുകൊണ്ട് നടപ്പുണ്ടല്ലോ. മക്കളെ അമ്മ പറഞ്ഞ് ജപമാല എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ ജപമാല എന്നെ മുറിപ്പെടുത്താറുണ്ട്, ഈ ജപമാല എന്നെ സങ്കടപ്പെടുത്താറുണ്ട്. സങ്കടം വരുമ്പോ ഈ ജപമാല എടുത്ത് അങ്ങനെ മുറുക്കി പിടിക്കും. അപ്പൊ കൈക്കകത്തുനിന്ന് പൊട്ടിച്ചോര ഒഴുകും. പക്ഷെ അത് എന്റെ അമ്മ പ്രാർത്ഥന കേട്ടതിന്റെ അടയാളവാ. ഒരു കുടുംബത്തിന് വേണ്ടി ജപമാല എടുത്ത് ഞെരുക്കി പിടിച്ച് കൈപൊട്ടിയൊരമ്മ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുക. ആ സ്ത്രീ, അങ്ങനെ ഒരു അമ്മയെ. മക്കളെ, വെറും നൊമ്പരപ്പെടുന്ന മനുഷ്യര്, വെറും സാധാരണക്കാരാ ദൈവത്തെ കണ്ടവര്. ഹല്ലേലൂയ പറയാമോ മക്കളെ? This God is true. ഈ ദൈവ സത്യം മക്കളെ. അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതൊന്നുമല്ല. ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കണേ. ജീവിതത്തിൽ വല്ലാത്ത തകർച്ച. എന്നിട്ട് അമ്മ പറയുക, അച്ഛാ അവനതൊന്നും ചെയ്യണ്ട അച്ഛാ, അവൻ രാവിലെ എഴുതിട്ട് മര്യാദയ്ക്ക് പള്ളിയിൽ പോയി കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ മതി. She has the solution. അവന്റെ ജീവിത പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവത്തെ തേടുക എന്നുള്ളത്. ഹല്ലേലൂയ. യെശയ്യാ 51 വായിച്ചിട്ടല്ല അമ്മ പറയണേ, അമ്മയുടെ ബോധ്യവ പറയുക. അച്ഛനറിയോ എത്ര നാളായി ഇറച്ചി മീനൊക്കെ കൂട്ടിയിട്ടെന്ന്? I challenge you in this year of 2020. Can you fast for your family? ഇറച്ചി മീനും പിട്ടച്ചൊക്കെ ജീവിക്കാൻ പറ്റുമോ മക്കളെ? എങ്കിൽ നീ ക്രിസ്ത്യാനിയാ. ഇറച്ചി മീനും പിട്ടച്ചൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഒരു തീരുമാനം ഇപ്പൊ എടുക്ക. ഞാൻ ഉപേക്ഷിക്കാൻ പറ്റാ. നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എടുക്ക് മക്കളെ. Faith is heroic. നീ ചാപ്പാടടിച്ചിട്ട് പറയുന്ന നല്ല വിശ്വാസം. 40 ദിവസം പട്ടിണിക്കിരുന്നിട്ട് യാചിച്ചിട്ടാണ് ദൈവരാജ്യത്തെ പറ്റി പഞ്ചകർത്താവ് പറഞ്ഞത്. Can you say no to the certain food? അതെ മക്കളെ, ദൈവം അവിടെ വരത്തോളം. നിന്റെ വിരുന്ന് കാരണം നീ ദൈവത്തെ മുടക്കുന്നുണ്ട്. പൈതലേ, നിന്റെ വിരുന്നുകൾ ദൈവത്തെ മുടക്കുന്നുണ്ട്. ഹല്ലേലൂയ. Then you will see God and you will taste God. എനിക്കൊരു മെത്രാനച്ചനെ കേരള സഭയിലെ രൂപതയ്ക്ക് വേണ്ടി നോയമ്പെടുത്ത് വർഷങ്ങൾ ജീവിക്കുന്ന ഒരു മെത്രാനച്ചനെ എനിക്കറിയാം. ഒരു മെത്രാനച്ചനെ എനിക്കറിയാം ഈ കേരളക്കരയിൽ. നോയമ്പെടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. രൂപതയിലെ അച്ഛന്മാർക്കും ജനത്തിനും വേണ്ടി, ജനം വെട്ടിയൊക്കെ അച്ഛന്മാർക്ക് വേണ്ടി, സ്വന്തം വൈദികർക്ക് വേണ്ടി നോയമ്പെടുത്ത് ജീവിക്കുന്ന ഒരു മെത്രാനെ എനിക്കറിയാം. കൈയടിച്ച് കർത്താവിന്റെ മാത്രം കൊടുത്തേ. സ്വഗവഹങ്ങളൊക്കെ മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ ജീവിത അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ, നിനക്ക് സ്വർഗ്ഗമെന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ,
കർത്താവിനെ അന്വേഷിക്കുന്നവരെ ജീവിതം എന്തുമായിക്കൊള്ളാം മക്കളെ. ഐ ചാലഞ്ച് യു. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ നിനക്ക് അമ്മേനോട് പറഞ്ഞൊരു വാക്യം കൂടെ ഉണ്ട്. വല്ലാതെ കൊണ്ടുകയറുന്ന ആ സ്ത്രീ എന്നെ വല്ലാതെ വിഷമിച്ചിട്ടാണ് പോയതെന്ന്. 9 നൊവേന അവർ ദിവസം ചൊല്ലും. ഒരെണ്ണം ചൊല്ലുമോ കേട്ടാ? നീ ഇവിടുത്തെ ശുശ്രൂഷകനല്ല. 1 നൊവേന നീ ചൊല്ലുമോ ദിവസവും? ഇല്ല മക്കളെ. ആ അമ്മയുടെ കരുത്താത്. എത്ര പാതിരായാലും ശരി 9 തീർത്തിട്ട് ഞാൻ കിടക്കത്തുള്ളൂ. മക്കളെ നൊവേനയില്ലാനൊന്നും അല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഒരമ്മ മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കിടന്ന് പാടുപെടുന്നതിൻ്റെ കഥയാണ് ഞാൻ പറയണേ. ദാറ്റ്സ് നോ ഈസി ബ്ലെസ്സിങ്. എളുപ്പത്തിലൊരു അനുഗ്രഹമില്ല മക്കളെ. ചിലപ്പോൾ നമുക്കെല്ലാം കൂടി തന്നിടും. അതൊരു പ്രലോഭനമാണ് മക്കളെ. അതൊരു പ്രലോഭനമാണ്. നീ നോക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. അതൊരു പ്രലോഭനമാണ്. ടു സ്റ്റോപ്പ് യുവർ പ്രയർ. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കെടുത്താനുള്ളൊരു പ്രലോഭനമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ. നീ വിചാരിക്കും യു ആർ സേഫ്, ദൈവത്തിന് എന്നെ ഇഷ്ടമാണ്, ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ദൈവം എനിക്കല്ലതാ. ദാറ്റ് ഈസ് എ ടെംപ്റ്റേഷൻ ഫോർ യു ടു സ്റ്റോപ്പ് യുവർ പ്രയർ. നിന്റെ പ്രാർത്ഥനയുടെ രുചി നിനക്ക് വിടും പൈതലേ. നിനക്ക് പ്രാർത്ഥനയുടെ തീ നിനക്ക് നഷ്ടപ്പെടും. പ്രാർത്ഥനയുടെ നമ്പർ കാരണം നിനക്ക് രോഗം വരുന്നില്ല, നിനക്ക് ക്യാൻസർ ഇല്ല, നിന്റെ കൊച്ചിന് ജോലി കിട്ടി, നിന്റെ മോളെ കെട്ടിച്ചു വിട്ടു, നിനക്ക് 2 നില വീടുണ്ടായി, നിനക്ക് വിദേശത്ത് പോയി. Nothing. That is not a miracle. Miracle happens in the heart. ചങ്കില് ദൈവം വന്നിരുന്ന് പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനെ അന്വേഷിക്കുന്നവര്, ദൈവത്തെ തേടാ മക്കളെ, രക്ഷ തേടുന്നവര്. ജീവിതത്തിന് പ്രതിസന്ധികളിലോ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ ദൈവത്തെ തേടാൻ നിനക്ക് പറ്റുമോ? ജീവിതത്തിന്റെ രക്ഷയും രക്ഷകനും ഒന്ന് തന്നെയാ മക്കളെ. അത് കർത്താവ്. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ, ജീവിതത്തിന്റെ സങ്കടങ്ങൾ, നീ ഈ രക്ഷകനെ തേടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷകനെ തേടുന്നവരെ എൻ്റെ വാക്കു കേൾക്കുവിൻ. കർത്താവിൻ്റെ വചനം എടുത്ത് നോക്കണം മക്കളെ. വചനം തിരിച്ചും മറിച്ചും തിരിച്ചും വായിക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നിടത്ത് ഒരു കോംപ്രമൈസ് കൊണ്ടുവരല്ല, വെള്ളം ചേർക്കല്ല. നിന്റെ സൗകര്യത്തിനായിരിക്കല്ല വചനം, നിന്റെ സൗകര്യത്തിനായിരിക്കല്ല. അതേ എന്നും അല്ല എന്നും പറയുന്ന വചനം അതേ എന്നും അല്ല എന്നും തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊക്കെ ദൈവേഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ല. നീ ചെയ്യുന്ന നന്മകളെല്ലാമാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. ചെയ്യുന്ന നന്മയായിരിക്കും, പക്ഷെ ദൈവേഷ്ടമായിരിക്കണമെന്നില്ല മക്കളെ. ചെയ്യുന്നത് നന്മയായിരിക്കും, പക്ഷെ ദൈവേഷ്ടമാണെന്നില്ലായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും. മക്കളെ, എൻ്റെ ഇന്നലകളെ പറ്റി ഒരു ധ്യാനം നടത്തണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ വെട്ടിയെടുത്തൊരു പാറ. ഒരു ശില്പി, സ്കൾപ്റ്റർ, അവൻ കല്ലിൽ നിന്ന്, മാർബിളിൽ നിന്ന് ഒരു ശില്പം കൊത്തിയെടുക്കുമ്പോൾ അതിനു മുമ്പ് അവൻ്റെ ചങ്കിൽ ആ ശില്പം കൊത്തിയിട്ടിട്ടുണ്ട്. ഒരു ശില്പി തന്റെ ചങ്കിൽ കൊത്തിയിട്ട ശില്പമാണ് ഒരു മാർബിളിൽ കൊത്തിയെടുക്കുന്നത്. അതേ പൈതലേ, നിന്റെ പൗരോഹിത്യത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്വപ്നം, നിന്റെ സന്യാസത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ സ്വപ്നം, നിന്റെ കുടുംബ ജീവിതത്തെ പറ്റിയുള്ള കർത്താവിന്റെ സ്വപ്നമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ഇഷ്ടം. നിന്നെ കല്ലിൽ നിന്ന് കൊത്തിയെടുത്ത, നിന്നെ വെട്ടിയെടുത്ത പാറയിൽ തിരിയണം മക്കളെ. ഒന്നാലോചിച്ച്, ഒരു പുത്തനാണ്ടിന്റെ ആദ്യ മാസം നിൽക്കുകയല്ലേ നമ്മള്? പുത്തനാണ്ടിന്റെ ആദ്യ മാസം നിൽക്കുകയല്ലേ? തിരിഞ്ഞു നോക്കുമ്പോ ഒരുപാടുണ്ട് മക്കളെ നന്ദി പറയാൻ. അല്ല, കിട്ടിയ നന്മകൾക്കൊക്കെ മുമ്പില് മുട്ടുകുത്തി കൈകൂപ്പി നന്ദി പറയാനല്ലാതെ ഇതെന്റേതാന്ന് പറയാ എനിക്കൊന്നുമില്ല. അതേല മകള്, എന്താ സ്വന്തമായിട്ടുണ്ടായ എല്ലാം അവൻ വെച്ച് നീട്ടി, അവൻ പൊതിഞ്ഞു പിടിച്ചത്, അവൻ പൊക്കി പിടിച്ചത്, അവൻ കത്തിച്ചു നിർത്തിയത്, അവൻ പ്രവർത്തിച്ചത്. ഒരു പെങ്കൊച്ചു മോള് ഇന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി പോയിരുന്നു, ഒരു സംഗതി കിട്ടണില്ല.
ബട്ട് ഷീ വാസ് ഫ്ലുവൻറ്റ്. അവൾ പറഞ്ഞ വാക്കിങ്ങനെയാ, ഫ്ലുവൻ്റ് ആയിട്ടുള്ള അല്ല എന്നെ വാക്ചാതിരിയുള്ള അന്തോണീസ് പുണ്യാളാ നീ ഉത്തരം കൊടുക്കണേ. എൻ്റെ ദൈവമേ, ഞാൻ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനയാണ് കുഞ്ഞുമക്കൾ പഠിപ്പിക്കുന്നത്. അവളെ ഒരു ബോധ്യമായത് പ്രാർത്ഥിക്കുന്നത് ചങ്കിൽ പുറത്തുനിന്ന് അകത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന പ്രാർത്ഥന, പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന അല്ല മക്കളെ പ്രാർത്ഥന. അവരും ഇവരും പറയുന്നത് അല്ല പ്രാർത്ഥന. നിന്റെ ചങ്ക് കത്തുമ്പം വരുന്ന ചൂടും നീരാവിയൊക്കെ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന തിരുവചനത്തില് ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാസേജുകളിൽ ഒന്നാണ് സാമൂഹൽ പ്രവാചകന്റെ പുസ്തകം 1. സാമൂഹൽ ജനിക്കുന്നതിനെ പറ്റി തിരുവചനം പറയുന്നതാണ്. ഹന്നായും എൽക്കാനായും. അന്നാ പള്ളി പോയി. അങ്ങനത്തെ ഒരു പള്ളി സന്ദർഭം ബൈബിളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ സാമൂഹ്യ പിന്നെ മോൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്, അത് വേറെ ഏലി പുരോഹിതൻ്റെ അടുത്ത്. പള്ളിയിൽ പോയത് ഇങ്ങനെ ചങ്ക് പൊട്ടി വിങ്ങി 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 കരയുക. ദൈവസന്നിധിയിൽ ചങ്ക് പൊട്ടി വിങ്ങി വിങ്ങി നീ കരയുമ്പോ നീ അറിഞ്ഞോണോ, ദൈവം പറന്നിറങ്ങുന്ന ഒരു യാഗമാണ്, ബലിയാണ് നിന്റെ പ്രാർത്ഥന. ഒരു വചനം പറയുന്നു, ഹന്നാ പിന്നെ കരഞ്ഞിട്ടില്ല. ഹന്നാ പിന്നെ കരഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കുന്നവർ പിന്നെ കരയാറില്ല. പ്രാർത്ഥിക്കുന്നവർ പിന്നെ കരയാറില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നൊരു അമ്മ ഇവിടെ സാക്ഷ്യപ്പെടുന്നത് കേട്ടു. അമ്മയുടെ ഹസ്ബൻഡ് അപ്പച്ചൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ക്യാൻസർ. ശരീരം മുഴുവൻ പടർന്നിട്ട് എന്തോരം പടർന്നു അറിഞ്ഞാൽ മതി. ഇനി അതിനുവേണ്ടി സ്കാനിങ്ങിന് പോവുക. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചൊവ്വാഴ്ച മതി. ചൊവ്വാഴ്ച ആരാധന ദിവസമാണല്ലോ. പക്ഷെ മകൻ പറഞ്ഞു ഒരു ദിവസം പോലും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അമ്മയുടെ പുണ്യാളിലൊക്കെ ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് പോകാം. തിങ്കളാഴ്ച പോയി അവിടെ ഇരുന്ന് സ്കാനിങ് നടന്നില്ല. ചൊവ്വാഴ്ച ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കുക, എൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന മക്കളെ. ജീവന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു, കൂട്ടത്തിൽ പറയുക, ഒരപ്പനെ കാണാൻ വേണ്ടിയിട്ട് പോയി. വിദേശത്ത് ഉന്നത ശമ്പളവും ഉന്നത ജോലിയും കിട്ടിയ പയ്യൻ ആ ശമ്പളവും വിട്ട് ആ ജോലിയും കളഞ്ഞ് വന്നിരിക്കുക. എനിക്കെൻ്റെ അപ്പൻ ജീവനാന്ന് പറഞ്ഞുകൊണ്ട്. ദൈവമക്കളെ, മാലാഖാത്ത് കേട്ടിട്ടുണ്ടോ? മാലാഖാത്ത് കേട്ടിട്ടുണ്ടോ? വലച്ച് ചകതും വെച്ചിരിക്കുന്ന അല്ല മക്കളെ മാലാഖ. അപ്പന്റെ ജീവൻ കാത്തുപാലിക്കാൻ ജോലിയും വരുമാനവും വേണ്ടാന്ന് വെച്ച അപ്പന്റെ കിടക്കരികില് ദിവസങ്ങളായിട്ട് ഉറങ്ങാതെ കാത്തിരിക്കുന്ന മകളുടെ പേരാണ് മാലാഖ. ഞങ്ങൾക്ക് മാലാഖമാര് ജനിക്കട്ടെ എന്ന് എന്റെ പ്രാർത്ഥന. ഞങ്ങൾക്ക് മാലാഖമാര് ജനിക്കട്ടെ എന്ന് അച്ഛന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ചേച്ചി ഇങ്ങനെ വന്ന് നിൽക്കുക, വിഷമിച്ച് നിൽക്കുക. ചേച്ചി ഒന്നും പ്രാർത്ഥിച്ചു, എൻ്റെ ചേട്ടായി അച്ഛനെ സുഖപ്പെടുത്തി തരണേ, അച്ഛനൊരു അസുഖം വരില്ലേ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ജോർജിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ചേട്ടായുടെ പേര് ജോർജ് കുട്ടി എന്ന്. അമ്മ പറഞ്ഞു ജോർജ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ജോർജ് കുട്ടി എന്ന് കേട്ടാൽ ഞാൻ സമ്മതിക്കത്തുള്ളൂ. മക്കളെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ജോർജ് കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിന്റെ ചങ്കിൽ തീയുണ്ടെങ്കിൽ ആ തീയിൽ പരിശുദ്ധാത്മാവ് വരും. മക്കളെ, ചൊവ്വാഴ്ച പോയി സ്കാനിങ് എല്ലാം കഴിഞ്ഞു. പിന്നെ സ്കാൻ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ഡോക്ടറിൻ്റെ ഒക്കെ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയിക്കോ, അല്ലെങ്കിൽ പിറ്റേന്ന് ഡിസ്ചാർജ് ആയിക്കോ, ഒരു കുഴപ്പമുണ്ട് അദ്ദേഹത്തില്ലെന്ന്. മക്കളെ, ഐ എം ടോക്കിംഗ് അബൌട്ട് ഗോഡ്, നോട്ട് അബൌട്ട് മിറക്കിൾസ്. തെറ്റിദ്ധരിച്ചേക്കല്ല എന്നെ. ഞാൻ ദൈവത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, അത്ഭുതങ്ങളെ പറ്റി അല്ല പറയണേ. എന്റെ ദൈവം നിന്റെ നൊമ്പരം കാണുമ്പോ, നിന്റെ നീറ്റല് കാണുമ്പോ നിന്റെ ജീവിതത്തിൽ ഇറക്കി വരും. And he is a healing God and he is a saving God. അതുകൊണ്ട് രക്ഷ തേടിക്കൊണ്ട് നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും. മക്കളെ, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് മക്കളെ, കെട്ടുപോകാനല്ല. മാസ്റ്റർ പീസാണ് കർത്താവിൻ്റെ. യു ആർ ദ മാസ്റ്റർ പീസ്. അതെ, തോറ്റുപോയെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒത്തിരി മക്കളെ കൊടുത്തിരിപ്പുണ്ടല്ലോ. തോറ്റുപോയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മക്കളെ കൊടുത്തിരിപ്പുണ്ട്. തകർന്നു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ചധികം മക്കളെ കൂട്ടായ്മ ഇരിപ്പില്ലേ. ഓർത്തോ, പരിശുദ്ധാത്മാവ് പറഞ്ഞേ, യു ആർ വെരി സ്പെഷ്യൽ, യു ആർ വെരി സ്പെഷ്യൽ, യു ആർ എക്സ്ട്രാ ഓർഡിനറി. അതേ പൈതലെ, തോറ്റു കിടക്കുന്ന നിന്നോടാ പറയണേ,
കൂടെ കൂടെ പാപം ചെയ്യുന്ന എന്നോടാ പറയണേ. ക്യാൻസർ രോഗം പിടിച്ച നിന്നോടാ പറയണേ. തകർന്ന കുടുംബമായിട്ട് നിൽക്കുന്ന നിന്നോടാ പറയണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കണ്ടു വേറൊരു മോൻ അപ്പൻ ഉപേക്ഷിച്ച് പോയതാ. നാട്ടുകാരൊക്കെ പഴിക്കുമത്രേ, അയാളുടെ മോനല്ലേ ഇവൻ, അയാളുടെ സന്തതിയല്ലേ ഇത്. ഇവനെന്ത് പിഴച്ചു മക്കളെ, ഇവനെന്ത് പിഴച്ചു? അവൻ്റെ മേലെ സീല് കുത്തി വെച്ചേക്ക്. അയാളുടെ മോനല്ലേ ഇത്, അയാളുടെ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ. പക്ഷേ അവൻ ദൈവത്തിലേക്ക് വിട്ട് അവൻ പറഞ്ഞു, ഞാൻ തോറ്റു വെച്ചാ, എനിക്കെന്ത് ഭാവിയാ, എനിക്കൊരു കല്യാണം വരും, എനിക്കൊരു ജോലി കിട്ടും, എനിക്ക് എവിടെ ചെല്ലാമെന്നാ പറയുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൻ്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വിവാഹമോചനമൊക്കെ വന്നു, വിവാഹമോചനമായി ഇവൻ്റെ പേരിലാണ് സ്വത്ത് കിടന്നത്. പക്ഷേ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ച് ആ മനുഷ്യൻ അതും വിറ്റ് അയാൾ നാട് വിട്ടു. ഒന്നുമില്ലാതെ വീട്ടിൽ ചെല്ലാം, വീടില്ല. അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചു. ആ വീട്ടിലോട്ട് ഇവന് കയറാൻ പറ്റില്ല. ഇന്ന് ഏതോ ഒരു ലോഡ്ജിൽ അവൻ പറയുക എന്നോട്, ഒരു മാസമൊക്കെ ഭക്ഷണം കഴിക്കാൻ കിടന്നിട്ടുണ്ട്. ഒരു നേരം പോയി ഒരു കടുംചായ കുടിച്ച മക്കളെ, വല്ലപ്പോഴൊക്കെ ഒരു കടുംചായം കുടിച്ച് കിടക്കുമ്പോൾ ഓർക്കണം, യു ആർ ഷെയറിങ് ദ പെയിൻ ഓഫ് സംബഡി. അത് മക്കളെ ചെയ്തേ പറ്റത്തുള്ളൂ. സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ വല്ലപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ചിലപ്പോൾ എടുത്ത് നിലത്തൊന്ന് കിടക്കണം മക്കളെ. ചില സമയത്ത് നിലത്ത് കിടക്കണം. കട്ടിലും ബെഡും ഒക്കെ ഉണ്ടാവും. വെറുതെ ഒരു തുണിയും പിരിച്ച് നിലത്ത് കിടന്ന് ഒരു ദിവസം ഉറങ്ങണം. നിനക്ക് ദൈവത്തെ കാണണമെങ്കിൽ, നിനക്ക് ദൈവത്തെ കാണണം. അതുപോലെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് മക്കളെ. ദൈവ സൃഷ്ടികൾ ഒരുപാട് വെറും നിലത്ത് കിടക്കുമ്പോൾ നീ എന്നും ബെഡേ കിടന്ന് ഉറങ്ങാൻ പാടില്ല. വല്ലപ്പോഴൊക്കെ നടന്നിവിടെ വരണം മക്കളെ. വല്ലപ്പോഴൊക്കെ കാൽനടയായിട്ട് നല്ല വെയിലത്ത് ഇറങ്ങിയോണ്ട് നടക്കണം. ചില ദിവസങ്ങളിൽ ചെരുപ്പില്ലാതൊക്കെ നടക്കണം മക്കളെ. നിനക്ക് ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നിന്റെ വഴിയിൽ ക്രിസ്തു ഉണ്ടാവും. ആ നസ്രയനായ ക്രിസ്തു കുരിശിൽ ചുമന്ന് വന്നവൻ, ശരീരത്ത് മുഴുവൻ മുറിവുള്ളവനെ നീ കണ്ടുമുട്ടോ. ഹല്ലേലൂയ. അവങ്ങളെ സത്യദൈവം, അതൊക്കെ മക്കളെ സത്യദൈവം എന്ന് പറയുന്നത് അതാണ്. കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും നോക്കുവിൻ. ഇന്നലകളിലേക്ക് നോക്ക് മക്കളെ, ഇന്നലകളിലേക്ക് നോക്കി ഹല്ലേലൂയ പറയാനല്ലാതെ, നന്ദി പറയാനല്ലാതെ എന്താ ഉള്ളത്? നമുക്ക് വചനം കൊണ്ട് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കഥ വെറുതെ ഓർത്താൽ മക്കളെ. അബ്രഹാത്തിനെ സാറായിട്ടൊന്നും വേണ്ട. എൻ്റെ അപ്പൻ ആൻ്റണിയുടെ കഥ ഞാൻ ഓർത്താൽ മതി, എൻ്റെ അമ്മ അന്നമ്മയുടെ കഥ ഞാൻ ഓർത്താൽ മതി. ഒരു സഹായി അബ്രഹാമൊന്നും പോകണ്ട. അറിയാതെ നിൻ്റെ കണ്ണ് നനയും. ആ അപ്പനെ പറ്റി ഓർക്കും. നിൻ്റെ അപ്പനെ, നിൻ്റെ ചോര, നിൻ്റെ അപ്പൻ. കണ്ണ് നിറയും മകളെ. അമ്മയെ പറ്റി ഓർക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയും, അറിയാതെ കണ്ണ് നിറയും. അത് ദൈവത്തിൻ്റെ ചൈതന്യം മക്കളെ. കർത്താവ് ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ, അതുങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതുങ്ങൾ അനുഭവിച്ച വേദനകൾ, അതുങ്ങൾ കിടന്ന് നരകിച്ചത്, നീ ഇപ്പൊ എവിടാ നിൽക്കുന്നേ? മക്കളെ, ചരിത്രം ഒരു ധ്യാന വിഷയമാകണം പൈതല്. എൻ്റെ ഇന്നലകൾ എൻ്റെ ഒരു ധ്യാന വിഷയമാകും. നീ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും പൈതല്, നീ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും. നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറായെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പൻ അറിയോ? അറിയത്തിൽ പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവ് നിന്റെ അപ്പൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ടെന്ന്. നിന്റെ അമ്മ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയത്തില്ലേ? പരിശുദ്ധാത്മാവ് പറഞ്ഞു തരാം, നിന്റെ അമ്മ ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്, നിന്റെ അമ്മ ഒത്തിരി സഹിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. മക്കളെ, ഒരു വിശ്വാസത്തിൻ്റെ കഥയായത്. ഹെബ്രായ ലേഖനത്തിൽ വീണ്ടും നമ്മളിത് വായിക്കുന്നുണ്ട്. നീ ഏകനായിരിക്കുന്നെങ്കിൽ നിന്നെ കർത്താവ് വിളിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമ്പോൾ. വാതിൽ പൂട്ടിയിടുന്നവനല്ല, കർത്താവ് വാതിലായി മാറുന്നവനാണ്. നിന്റെ ദൈവം വാതിൽ പൂട്ടിയിടുന്നവനല്ല, നിന്റെ ദൈവം വാതിലായി, തുറന്ന വാതിലായി വരുന്നവനാ. അവൻ തുറന്നു കിടക്കുന്ന വാതില് ആരെന്നിലൂടെ പ്രവേശിക്കുന്നുവോ, യെസ്, ആരെന്നിലൂടെ പ്രവേശിക്കുന്നുവോ അവൻ രക്ഷയിലേക്ക്, അവൻ ജീവനിലേക്ക്, അവൻ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ചു പെരുകി. ഇതാ വിപ്രമാസത്തിലേക്ക് ജനത്തോട് പറയാ, കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും. എന്ത് പ്രതീക്ഷ! ഭർത്താക്കന്മാർ മുഴുവൻ വധിക്കപ്പെട്ടു, ഭാര്യമാർ അവിടെ വിധവകളായി, കുറച്ചുപേര് മരിച്ചുപോയി, മക്കളൊക്കെ വഴിയാധാരമായി, മുന്തിരിത്തോട്ടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, ദേവാലയമൊക്കെ കത്തിച്ചവല്. പിന്നെ എന്താ ആശ്വസിപ്പിക്കാനാ കർത്താവ്? നീ എന്താ ഈ പറയണേ? എന്റെ വിളക്ക് കെടുത്തി വെച്ചിട്ടാ നീ പറഞ്ഞ വിളക്ക് കൊളുത്തി തരാന്ന്. വല്ലാതെ തകർന്നു പോകുന്ന ചില ജീവിതങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം വേറൊരു കുടുംബം, മുഴുവൻ ദൂരം ഞാൻ പറയണില്ല, പോട്ടെ. അപ്പന് രോഗം, പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് മരുമോൻ, അവന് ക്യാൻസർ. മകനുണ്ട്, കല്യാണം കഴിഞ്ഞ് 3-4 വർഷം കൊച്ചുങ്ങളില്ല. ദൈവമക്കളെ, വല്ലാത്ത സങ്കടങ്ങളല്ലേ, വല്ലാത്ത നൊമ്പരങ്ങൾ. ഞാൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് പ്രകാശം തരും, ദൈവം നിങ്ങളെ പ്രകാശിപ്പിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ ഒരു വിസ്മയമാക്കി മാറ്റും, ദൈവം നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിർത്തുന്നില്ല മക്കളെ, അവർ പ്രാർത്ഥന നിർത്താതെ ദൈവം ഇത്രയും തകർച്ച വന്ന് എൻ്റെ മനസ്സിലൊരു വല്ലാത്ത മുറിവായി മാറിയപ്പോഴും അവർ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരിക്കുക. ഞാൻ നോക്കുമ്പോൾ അപ്പൻ്റെ തലേണയുടെ കീഴിൽ വെഞ്ചരിച്ച നൊവേന പുസ്തകം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടില്ല കർത്താവേ, എന്റെ മുറിവും നിന്റെ മുറിവേറ്റ കൈയും കൂടെ ചേരുമ്പോ അവിടെ അത്ഭുതം നടക്കുമെന്ന് എനിക്കറിയാം. എന്റെ മുറിവ് നിന്റെ മുറിവേറ്റ കൈയും കൂടെ ചേരുമ്പോ അവിടെ അത്ഭുതം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം തുടരുക. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും. ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു വിജന പ്രദേശമായിട്ട് ദൈവവൈതൽ നീ തീർന്നിട്ടുണ്ടാവാം. ഒരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കാം, നീ ഒരു വല്ലാത്ത ദുഃഖമായി നീ മാറിയിട്ടുണ്ടാവാം, നീ ഒരു തകർച്ചയുടെ പര്യായമായിട്ട് തീർന്നിട്ടുണ്ടാവാം, പച്ച പുല്ല് പോലും കിളുക്കാത്ത ഒരിടമായിട്ട് നിന്റെ ജീവിതം തീർന്നിട്ടുണ്ടാവാം. തിരുവചനം തുടരുക. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെ, കർത്താവിന് ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് ഏദൻ തോട്ടം. ഇന്ന് ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിന്നെ സ്വർഗമാക്കി ദൈവം മാറ്റുമെന്ന്. നിന്റെ തകർച്ചയിലും നിന്റെ മരുപ്രദേശത്തിലും കർത്താവ് ഏദൻ തോട്ടം പണിയുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞില്ലേ, കർത്താവിന്റെ മാസ്റ്റർ പീസ് അല്ലെ. ബൈബിൾ തുറന്നു വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഏദൻ തോട്ടം. ബൈബിൾ തുറക്കുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഏദൻ തോട്ടമാണ്. നിറച്ച് മരങ്ങളും ഫലങ്ങളും പൂക്കളും നദികളും ഒക്കെ ഉള്ളൊരു ബൈബിൾ തീരുന്ന എവിടെയാ മക്കളെ? ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഒരു പർദീസായി, ഒരു ഏദൻ തോട്ടത്തിനും ഒരു പർദീസായിക്കും ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് മക്കളെ. ഒരു ഏദൻ തോട്ടത്തിനും ഒരു പർദീസായിക്കും ഇടയിലാണ് എന്റെയും നിങ്ങളുടെ ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതെ മക്കളെ, ഈ പകുതി ഏദൻ തോട്ടത്തിൽ ജീവിച്ചൊരു കുറച്ചാൾ കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് എത്തി. പക്ഷെ ഓർക്കുക, നമ്മൾ യാത്ര ചെയ്യുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമുള്ള സ്വർഗ്ഗഭൂമിയിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയുമാക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും. വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു തരുന്നു. എനിക്കറിയില്ല, ഒന്ന് കേട്ടിട്ട് പറഞ്ഞേ. നിങ്ങളുടെ വീട്ടിൽ ഇതുണ്ടോ? സന്തോഷമുണ്ടോ? ആനന്ദമുണ്ടോ? നന്ദി പ്രകടനമുണ്ടോ? ഗാനാലാപങ്ങളുണ്ടോ? പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരാം. കർത്താവ് വെച്ചു പിടിപ്പിക്കുന്ന 4 ചെടികളുടെ പേരാ ഇത്. 1 സന്തോഷത്തിൻ്റെ ചെടി, 2 ആനന്ദത്തിൻ്റെ ചെടി, 3 നന്ദി പ്രകടനത്തിൻ്റെ ചെടി, 4 പാട്ടുപാടുന്ന ചെടി. ദൈവം നിന്റെ കുടുംബത്തെ ഒരു പുതിയ 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 ഏദൻ തോട്ടമാക്കി മാറ്റാൻ പോവാ പൈതലെ. നിന്റെ കുടുംബത്തിൽ ആനന്ദമുണ്ടാകും, നിന്റെ കുടുംബത്തിൽ സന്തോഷമുണ്ടാവും, നിന്റെ കുടുംബത്തിൽ നിന്നും ദൈവസ്തുതി ഉണ്ടാവും, ദൈവത്തിലുള്ള കീർത്തനങ്ങൾ ആലപിക്കുന്ന ഒരു കുടുംബമായിട്ട് നിന്റെ കുടുംബം മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജനമേ, എന്റെ വാക്കുകൾക്കുവിൻ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്,
ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ദാഹം നിന്റെ ജീവിതത്തിലുണ്ട്. അവിടെ അച്ഛൻ മുന്നോട്ട് പോവുകയാണ്. അവസാന വാക്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകാൻ പോവാം. നിങ്ങൾ എനിക്ക് ചെവി തരുവൻ, എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും. ദൈവത്തിൽ നിന്ന് ഒഴുകുന്ന നിയമത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അന്ന് സീനായി മലമുകളിൽ മോശ പ്രവാചകന് കൽപ്പലകകളിൽ ദൈവം ആദ്യത്തെ നിയമം എഴുതി കൊടുത്തു. ഇതാ വീണ്ടും എസെക്കിയേൽ വചനത്തില്, ജെറമ്യാ വചനത്തില് നമ്മൾ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ നിയമം അവരുടെ ചങ്കിൽ എഴുതി കൊടുക്കും. ആ നിയമത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതേ മക്കള്, ഒരു വിശ്വാസിയുടെ നിയമമാണ്. ഒരു വിശ്വാസിയുടെ, നീ തകർച്ചയിൽ ഇരിക്കുമ്പോൾ നിന്റെ നിയമം ഈസ് ഹോളി സ്പിരിറ്റ്. നീ വീണ് കിടക്കുമ്പോൾ നിന്റെ നിയമം ഈസ് ഹോളി സ്പിരിറ്റ്. നീ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ യുവർ ലോ ഈസ് ഹോളി സ്പിരിറ്റ്. തകർന്നിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന്, വീണ് കിടക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന്, സങ്കടപ്പെട്ട് കിടക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന്, പരാജയപ്പെട്ടു പോയവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമെന്ന്. ഹല്ലേലൂയ. മക്കളെ, അവസാന വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. കർത്താവിൻ്റെ ഭുജമേ, 51 അധ്യായം 9 വാക്യം. കർത്താവിൻ്റെ ഭുജമേ ഉണരുക, നിന്റെ പേര് ദൈവത്തിൻ്റെ കൈ. ദൈവം പ്രവർത്തിക്കേണ്ടതും നീ പ്രവർത്തിക്കാൻ പോകും. ഒരു പുരോഹിതനായി നീ, ഒരു സന്യാസിയായി നീ, ഒരു കുടുംബനാഥനായ, ഒരു യുവാവായ, യുവതിയായ നിന്നിലൂടെ നിന്റെ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ പ്രവർത്തിക്കപ്പെടാൻ പോവാ. ഹല്ലേലൂയ. വിശുദ്ധ ഭുജമേ ഉണരുക, ഉണർന്ന ശക്തി. അതേ മക്കളെ, be powerful and be strong, be strengthened by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാൻ. അവസാന വാക്യം വായിക്കട്ടെ, 16 വാക്യം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണ് എന്ന് പറഞ്ഞും എൻ്റെ വചനം നിന്റെ അധരത്തിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ്റെ തണലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ്. വിപ്രമാസത്തിലിരിക്കുന്ന ജനതയുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിത പ്രാവിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തണലിൽ ആ മക്കളിതാ ആശ്വാസം തേടുന്നു. ഇതാ പരിശുദ്ധാത്മാവിന്റെ പെരുമഴയിൽ അവ പൊട്ടിക്കിളുക്കുന്നു. അവരിൽ ഒരു പുതിയ അഭിഷേകം ഉണ്ടാകുന്നു. ജീവിതമൊന്ന് സമർപ്പിച്ച് യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച് കൈയടിച്ച് പാടിക്കേ. സർവശക്തനായ ദൈവമേ, ദൈവമേ, കൈവണങ്ങിടും ഇതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിധേ. കൂപ്പ് കൈക്കുരുന്നുമാ, കൈക്കുരുന്നുമായി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൈയടിച്ച് പാടാവോ? വന്നു കാത്തിടുന്നു ഞാൻ, തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ നിൻ പാദമാശ്രയിച്ചിടും ഇവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമേ. നിന്റെ ആഗ്രഹത്തിനൊക്കമോ എൻ പ്രവൃത്തികൾ സമസ്തവും ദൈവമേ, നിന്റെ കരം നീട്ടണമേ. നിത്യഭാഗ്യവും നിന്റെ ഇഷ്ടം നിറവേറ്റാൻ പഠിപ്പിക്കണമേ. വരുവാൻ നിന്റേതാക്കി എന്നെ മാറ്റണമേ. ശക്തനായ ദൈവമേ, കരങ്ങൾ ഉയർത്തിക്കൊട്ടി വണങ്ങിടുന്നിതങ്ങയെ, നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലത്തെയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ
ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളും ഇന്ന് പൊന്നുതമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്ന മക്കള്, ഇതാ ശാലോം ടെലിവിഷനിലൂടെ ശുശ്രൂഷകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കള്, സകലരുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നിറങ്ങുവാനായിട്ട്, അത്ഭുതകരമായിട്ടുള്ള കൃപ നിറയുവാനായിട്ട് ലോകമെമ്പാടുമുള്ള മക്കള് ഈ സമയത്ത് ഒരു പുതിയ കൃപയാൽ നിറയപ്പെടാൻ വേണ്ടി രോഗികളായിട്ടുള്ള മക്കളെ ഒന്ന് സമർപ്പിച്ച്, ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ കഴിയുന്ന രോഗികളെ ഒന്ന് സമർപ്പിച്ച്, ഐസിയുലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മാരക രോഗങ്ങള്, മാഹാരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ട്യൂമർ രോഗങ്ങള്, ബ്രെയിൻ സംബന്ധ രോഗങ്ങള്, നെർവ് സംബന്ധ രോഗങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പറായിട്ട് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, റിസൾട്ട് കാത്തിരിക്കുന്നവര്, വീട് വിട്ടുപോയവര്, ജയിലുകളിൽ കഴിയുന്നവര്, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിപ്പെട്ട് കഴിയുന്നവര്, കടുത്ത ദുഃഖം, നിരാശ, കോപം, ഭയം, ആത്മഹത്യ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, കടക്കണികളിലായിരിക്കുന്നവര്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ബിസിനസ്സിൽ ഉയർച്ചയില്ലാത്തവര്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, തകർന്ന കുടുംബ ബന്ധങ്ങൾ, ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവര്, വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞു കുടുംബങ്ങള്, വിശുദ്ധരായ തീഷ്ണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ, വിശുദ്ധിയുള്ള ധാരാളം ദൈവബലികൾ തരണേ, തീഷ്ണതയുള്ള ധാരാളം ആത്മായ പ്രേക്ഷിതരെ തരണേ. കർത്താവിന്റെ ആൾത്താരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിൽ വന്ന നിയോഗങ്ങള്, ഈ സമയത്ത് നീറുന്ന മനസ്സോട് ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച കരുണയുടെ നാഥനെ ഒന്ന് വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേയത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യുണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്ക്. ഇതാ കർത്താവ് നിനക്ക് വേണ്ടി പർദീസ പണിയുക. ഇതാ കർത്താവ് നിന്റെ മേലൊരു പുതിയ അഭിഷേകം അയക്കുകയാ. ഇതാ കർത്താവ് നിന്നെ കാത്തു നിൽക്കുന്നു. ഇതാ നീ വീഴുന്ന വേളകളിൽ, നീ തകരുന്ന വേളയിൽ, നിന്റെ ദുഃഖത്തിന്റെ കണ്ണീരിന്റെ നിമിഷങ്ങളിൽ നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഒരു പുത്തൻ അഭിഷേകം ലഭിക്കുന്ന നിമിഷങ്ങള്. ജീവിതമൊന്ന് സമർപ്പിച്ച്, വേദനകളൊന്ന് സമർപ്പിച്ച്, സങ്കടങ്ങളൊന്ന് സമർപ്പിച്ച്, യേശുവേ, യേശുവേ, യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാവോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളും വിദൂര സ്ഥലങ്ങളിൽ നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗക്കിടങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര്, ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച യേശുവേ, യേശുവേ, യേശുവേ. ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സന്നതോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങയെ പാതാന്ത്യത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായം അരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കലാണ് എന്നു ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വൈദികർ ഒന്ന് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവീശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ഇതാ ഒരു കൃപ നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരഭിഷേകം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു, ഒരനുഗ്രഹം നിനക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നു. ദിവ്യ കാരുണ്യനാഥൻ ഇതാ എഴുന്നള്ളി വരുന്നു. യേശുവിൻ നാമം കൈകൾ കൊട്ടി യേശുവിൻ നാമം കൈകൾ കൊട്ടി കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിലവിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഈശോയേ ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വാൽവ് സംബന്ധമായ രോഗങ്ങള് 27 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്, വലിവിന്റെ രോഗപീഠകള്, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥകള്, കൊച്ചു കുഞ്ഞുങ്ങള്, ബ്രീത്തിങ് ട്രബിൾ ഉള്ള കുഞ്ഞുങ്ങള്, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായിരിക്കുന്ന മക്കള്, ഈശോ കർത്താവ് 30-ലധികം മക്കൾക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിന്റെ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിൻ സർജറികൾ വേണ്ടവര്, ഹെമറേജസ് വന്നിട്ടുള്ള മക്കള്, സ്ട്രോക്കുകൾ വന്നിട്ടുള്ള മക്കള്, 40-ലധികം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഷീല എന്ന പേരുള്ളൊരു മകളെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് എന്ന പേരുള്ളൊരു മകനെ ഈശോ ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയി എന്ന പേരുള്ളൊരു മകനെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിനിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സന്ദീപിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാജേഷിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. എബിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലീനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അജിത്തിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബിനോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തൈറോയ്ഡ് രോഗപീഠകള്, തൊണ്ടയിലെ മുഴയുള്ള മക്കള്, തൊണ്ട സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 14 പേർക്ക് സൗഖ്യം കിട്ടുന്നതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കിഡ്നി സംബന്ധ രോഗങ്ങള്, യൂറിനറി സംബന്ധ രോഗങ്ങള്, യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന മക്കള്, കിഡ്നി സംബന്ധമായിട്ട് മാരക അവസ്ഥകളിലൊക്കെ ആയിരിക്കുന്ന മക്കള് ഈശോ കർത്താവ് ഏതാനും പേരെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 18ഓളം മക്കള് ഡയാലിസിസിന് വിധേയരാകുന്ന മക്കളുണ്ട്. ഡയാലിസിന് വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥകളുള്ള മക്കളുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കളുണ്ട്. 18ഓളം പേര് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു.
അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗപീഠകൾ അനുഭവിക്കുന്ന മക്കള്, ബോൺ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗപീഠകള്, മുട്ടിന്റെ നട്ടെല്ലിന്റെ ഒക്കെ രോഗപീഠകള്, അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠകളുള്ള 28 മക്കളോളം സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ക്യാൻസർ രോഗപീഠ മൂലം ക്ലേശിക്കുന്ന 22ഓളം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങള്, കടക്കണികള്, ജപ്തി നോട്ടീസുകൾ കിട്ടിയിരിക്കുന്നവര്, ബിസിനസ്സുകൾ പരാജയപ്പെട്ടു പോയ മക്കള്, 70ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്ന മക്കള്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, 2000-ലധികം മക്കൾക്ക് ഉന്നത വിജയത്തിന്റെ അഭിഷേകം ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയിട്ടുള്ള മക്കള്, ഈ ദിവസങ്ങളിൽ സർജറികൾക്കൊക്കെ വിധേയരാകുന്ന മക്കള്, അല്പം സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്ന മക്കള്, ഈശോ കർത്താവ് 14ഓളം പേര് സുഖപ്പെടുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 27 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന പക്ഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച ദൈവത്തെ വാഴ്ത്തി പാടാം. വിശിഹാനാഥനെ വാഴ്ത്തിടുവൻ, വിശിഹാനൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവൻ, സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവൻ, പീഠത്തിൽ വാണരുളും വിശിഹായെ വാഴ്ത്തിടുവൻ, രക്ഷകനാ വിശിഹാദം ദിവ്യനിണം വാഴ്ത്തിടുവൻ, പരനിരയാളൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവൻ, ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവൻ, മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവൻ, സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവൻ, നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവൻ, ദൈവത്തെ വാഴ്ത്തിടുവൻ, ദൈവനാമം വാഴ്ത്തിടുവൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവൻ. സാഷ്ടാംഗം വീണുന ഏറ്റവും മഹത്താമി കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽക്കൂ, ഇന്ദ്രിയങ്ങൾ കീഴും പുനരായ്മയ്ക്കേയും തീർക്കുക വിശ്വാസ ദൈവപിതാവിന് തന്നെ ഗജാതന സ്തോത്രമുണ്ടാകണം എന്നുമെന്നും, പവനാത്മാവിനും ഔവീതം നിസ്തുലം
ശക്തിയുമാകുന്നു വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മക്കളൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയേ 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 ഈശോയെ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക, ശംഖുപട്ടി പ്രാർത്ഥിക്കുക. ഈശോ, നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടിയാ. ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവിടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, ഇവിടെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണേ. ഈശോയേ ഈശോയേ ഈശോയെ ഈശോയെ ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങിപ്പോവല്ലേ ഈശോയെ. വെറും കയ്യാട്ട് ആരെയും പറഞ്ഞു വിടല്ലേ ഈശോ. ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ ഈശോയെ 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 ഈശോയെ. എന്റെ ഈശോയെ ഈശോയെ ഈശോയെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ.